ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ്. സോ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് രണ്ട് തരമാണ്: ആൻഡ് ഓർ ഓപ്പറേറ്റർ, ആൻഡ് ഓപ്പറേറ്റർ, ഓർ ഓപ്പറേറ്റർ. സോ ഇതിൻ്റെ യൂസ് വന്നിട്ട് ടു ഓർ മോർ കണ്ടീഷൻസ് നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ദർ ആർ 2 കണ്ടീഷൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. ഒരേ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്താൽ. സോ നമ്മളിതൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോളേജ് ഫങ്ഷൻസ് കണ്ടക്ട് ചെയ്യും. അതിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ മാത്രം അലോ ചെയ്യുന്നത്. സോ 18 to 24 മാത്രം അലോ ചെയ്യണം. സോ നമ്മളിപ്പോൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, A equals to 22, ഏജ് equals to 22. സോ ഒരു നോർമൽ നമ്മൾ കണ്ടീഷൻ എങ്ങനെയാണ് റൺ ചെയ്യുക ഇത്? സോ 18 തൊട്ട് 24 വയസ്സിൻ്റെ ഉള്ളിലുള്ളവരെ അലോ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഒരു കണ്ടീഷൻ ആയിരിക്കും ലോവർ കേസ്. സോ ലോവർ കണ്ടീഷൻ മിനിമം ഇല്ല. സോ ഏജ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 17, 17 മേലെയുള്ളവരും 75 താഴെയുള്ളവർ മാത്രമാണ് വരേണ്ടത്. സോ അന്നേരം 18 തൊട്ട് 24 ഇത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. സോ ഫസ്റ്റ് ഒരു നമ്മൾ ഇഫ് കേസ് ഇടും, ഇഫ് ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ 17. നെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഫസ്റ്റ് അപ്പോൾ അത് ആ കണ്ടീഷൻ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ, സോ ലോവർ കണ്ടീഷൻ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മാക്സിമം കണ്ടീഷൻ ചെക്ക് ചെയ്യും, 25 താഴെയാണ്. സോ നെക്സ്റ്റ് ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ എന്നൊരു ഇഫ് കണ്ടീഷൻ, ഏജ് ഇസ് ലെസ് ദാൻ 25. സോ ഇത് രണ്ട് സാറ്റിസ്ഫൈ ആയാൽ മാത്രം നമ്മൾ ഇത് ചെയ്യും. സോ ഇങ്ങനെ രണ്ട് ഇഫ് കണ്ടീഷൻസ്, ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന് ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുക. സോ ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് എഫ് രണ്ട് കണ്ടീഷനും മാച്ച് ആയിട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് എഫ് ഏജ് പ്രിൻ്റ് ഏജ് ഇസ് ബിറ്റ്വീൻ 18 to 20, 18 തൊട്ട് 24 ഏജ് ഉള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി അത് പ്രിൻ്റ് ചെയ്യും. അത് എക്സിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്നാൽ നമ്മളിപ്പോൾ ഏജ് 26 ഇട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഏജ് 26 വേരിയബിൾ വാല്യൂ ഇടുന്നത്. സോ അത് കണ്ടീഷൻ മാച്ച് ആവില്ല. എന്നിട്ട് എൽസ് ബ്ലോക്കിൽ നിന്ന് നമ്മൾ എൽസ് ബ്ലോക്കിൽ ഏജ് നോട്ട് ബിറ്റ്വീൻ 18 to 24 പ്രിൻ്റ് ചെയ്യാം. സോ ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ ഉള്ളിലുള്ള ഫസ്റ്റ് എൽസ് വന്നിട്ട് 25, ഏജ് ലെസ് ദാൻ 25ൻ്റെ ഇതാണ് വരിക. പുറത്തുള്ള നെക്സ്റ്റ് സെക്കൻഡ് എൽസ് ബ്ലോക്ക് വന്നിട്ട് ആ ഫസ്റ്റ് ഇഫ് ബ്ലോക്കിൻ്റെ ലിങ്ക് തന്നെയാണ്. സോ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് കാണാം ഇത് വന്നിട്ട് ഒരു പ്രോഗ്രാം ലെങ്ത്ത് നമുക്ക് ഇതൊരു കോംപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ട് കണ്ടീഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നെസ്റ്റഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. സോ ഇത് സോൾവ് ചെയ്യാനാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷനും ഒരേ ഇതിൽ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. സോ ഇഫ് ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ 17 ആൻഡ് രണ്ട് ആംപർസാൻഡ് സിമ്പിൾ ആൻഡ് ഏജ് ഇസ് ലെസ് ദാൻ 25. സോ അത് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് കണ്ടീഷൻ എൽസ് ഇത്. സോ എൻഡ് ഓപ്പറേറ്ററിൽ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആവണം എന്നാലേ അത് ട്രൂ വരും. സോ നിങ്ങൾക്ക് ആൻഡ് ഓപ്പറേറ്ററുടെ വാല്യൂ രണ്ട്